അട്ടപ്പാടിയിലെ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ്. അട്ടപ്പാടി ഉൾവനത്തിൽ നമ്മളുടെ തോട്ടത്തിൽ ഇന്നൊരു അടിപൊളി ഒരു മുഴുവൻ മട്ടനും കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. എടാ, ഒരു മുഴുവൻ ആടും കുക്ക് ചെയ്യുന്നതാണോ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ യെസ്, അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. സംഗതി ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ട്വിസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ചെറുതല്ല, വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ റേഞ്ചർ കാട് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ തോട്ടത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഈ റേഞ്ചർ കാട് എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ വൈൽഡ് ആനിമൽസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏട്ടൻ, അതായത് നമ്മുടെ മനുവേട്ടൻ ഇപ്പോൾ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ആനകൾ വന്ന് സ്ഥിരം വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. സംഗതി ഇത് കാടും നമ്മളുടെ തോട്ടവുമുള്ള അതിർത്തിയുള്ളൊരു സ്ഥലമാണ്. ഒരു കമ്പിവേലി, അതായത് ഫെൻസിങ് ഉണ്ടല്ലോ, ആ ഫെൻസിങ്ങിൻ്റെ ഒരു കമ്പിവേലി അതിർത്തി മാത്രമേ ഉള്ളൂ നമ്മളുടെ കാടും നമ്മളുടെ തോട്ടത്തിനുമുള്ള സ്ഥലങ്ങൾ കേട്ടോ. ഇപ്പോൾ ഏട്ടൻ കുക്ക് ചെയ്യുന്ന സ്ഥലം കാണിച്ചെന്നില്ല, അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ ആനകൾ വെള്ളവും കുടിക്കുന്നത്. അപ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്നത്തെ ഈ മുഴുവൻ മട്ടനും കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു സൈഡ് നല്ല ഫുഡ് ഉണ്ടാക്കുന്നതിന് ത്രില്ലിങ്ങും, എപ്പോഴാണ് പടച്ചോനെ കാട്ടാനെ ഇറങ്ങി വെള്ളം കുടിക്കാൻ വരിക എന്നുള്ള ഒരു പേടിയിലും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു മുഴുവൻ ആട് കുക്ക് ചെയ്യുന്ന, അതായത് ഒരു ഡീപ്പ് ഫോറസ്റ്റിൽ എടുത്ത് വെച്ച് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു കാടും ഞങ്ങൾ അതിക്രമിച്ച് കയറിപ്പോയി വീഡിയോ ചെയ്യുന്നതല്ല. ശരിക്കും കാടും ഞങ്ങളുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള കൃഷിസ്ഥലം ഒരേ സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആംബിയൻസ് ഇവിടെ സെറ്റ് ആയത് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഒരു കാടും ഞങ്ങൾ അതിക്രമിച്ച് കയറി വന്യജീവികൾക്കോ അല്ലെ വന്യമൃഗങ്ങൾക്കോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നമ്മളുടെ സ്വന്തം സ്ഥലത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ഈ കുക്ക് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇവിടെയാണ് സ്ഥിരം ആനകളും, അതായത് കാട്ടാനകളും വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം. അപ്പോൾ ഏതായാലും നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൺ മല്ലു ട്രക്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ അട്ടപ്പാടിയിൽ ഭവാനിപ്പുഴയുടെ തീരത്തിരുന്ന് ഒരു മട്ടൻ കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. സംഗതി നമ്മൾ ഈ ഭവാനിപ്പുഴ ഉണ്ടല്ലോ, ഈ ഭവാനിപ്പുഴ എന്ന് പറയുന്നത് നമ്മൾ കാടും മധുരം ഉള്ള ഒരു പുഴ ഉണ്ടല്ലോ. അപ്പോൾ ആന വരുന്ന കാട്ടിൽ ഇന്ന് നമ്മളൊരു മട്ടൻ കുക്ക് ചെയ്യുന്ന പണിയാണ്. ഈ വീഡിയോ എന്തിനാണ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, മേ ബി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ അട്ടപ്പാടി വരുമ്പോൾ നിങ്ങൾക്കൊരു മട്ടനൊക്കെ പിടിച്ച് ഒരു ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി ഒന്ന് പൊടിച്ചടിച്ച് നടക്കണം, അല്ലെങ്കിൽ ഒരു എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ആവും. യൂസ്ഫുള്ളും ഉണ്ട്, അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കൂടെ എൻജോയ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു ഫുഡിങ് വീഡിയോ ആണ്. അതൊരു മട്ടൻ കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. മട്ടൻ 3 തരത്തിൽ കേട്ടോ ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ മട്ടൻ എവിടുന്നാണ് വാങ്ങുന്നത്, മട്ടൻ എവിടെ ഇത് കട്ട് ചെയ്യുന്നത്, അതൊക്കെ ഈ ഫുൾ വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് മട്ടൻ വാങ്ങിയിട്ട് വരാം. അത് എവിടെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഇത് എവിടെ കട്ട് ചെയ്ത് തരും നമുക്ക്. നമ്മൾ റിസോർട്ടിലേക്ക് നമുക്കൊരു വണ്ടിയൊക്കെ അയച്ചു തന്നാൽ അവർ വന്ന് യൂസ്ഫുൾ ആക്കി തരും കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഒന്ന്. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മുടെ മനുവേട്ടൻ കേട്ടോ. മനുവേട്ടൻ 2-3 വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മനുവേട്ടൻ മട്ടൻ കുക്ക് ചെയ്യുന്ന ഭയങ്കര സ്പെഷ്യൽ കുക്കിംഗ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും നോക്കാമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർ ഓൾറെഡി കുക്കിങ്ങിലാണ്. ഞാൻ ഇൻട്രോ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ രാവിലെ പോയിട്ട് മട്ടൻ വാങ്ങിയിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ കുക്ക് ചെയ്യുന്ന വരെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോവാം. കറക്റ്റ് ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മളുടെ താവളത്ത് നിന്ന് മുള്ളി വഴി പോകുമ്പോൾ 70 ഏക്കർ വരുന്നൊരു സ്ഥലത്താണ് കേട്ടോ ഈ വീടുള്ളത്. ഈ വീട്ടിൽ നിന്നാണ് കേട്ടോ നല്ല നാടൻ ആടുകൾ കിട്ടുക. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 70 ഏക്കർ റേഞ്ചർ കാട് എന്നാട്ടോ ഈ സ്ഥലം അറിയപ്പെടുന്നത്. വേലേട്ടൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ. ഇവിടെ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ ഈ വീട്. പക്ഷേ ഈ ആടുകളൊക്കെ വെച്ചിട്ടുള്ളത് എവിടെ നോക്കിയാൽ അത് അതിലും വലിയ ഹൈലൈറ്റാണ്. കാട്ടിലൂടെ കയറിയിട്ട് വേണം പോവാൻ. ചെങ്കുത്തനെ കയറണം കേട്ടോ മോളിക്ക്. പറഞ്ഞിട്ട് പോയതാട്ടോ, ഞാൻ പണിയെടുത്തിട്ടില്ലെന്ന്. അല്ലെങ്കിൽ ഞാൻ പണിയെടുത്തവരെ ഇവിടെ ഒരുത്തരും പണിയെടുത്തിട്ടില്ല ഈ പറമ്പില്. അവിടെ കയ്യിലുണ്ടായിരുന്നു ഒരാള്. ഹൈ, നല്ലൊരു 15 കിലോനൊക്കെ നോക്കിയിട്ടുണ്ട്.
ചെങ്കുത്തനുള്ള കുന്നൊക്കെ കയറി വന്നിട്ട് ഇവിടെയാണ് കേട്ടോ നമ്മളുടെ വേലേട്ടൻ്റെ ആട്ടിൻകൂട് ഉള്ളത്. അപ്പോൾ ഒരു 20 കിലോ തൂക്കമുള്ള ഒരു ആടിനെയാണ് ഞങ്ങൾ മേടിക്കുന്നത്. ഇത് മേടിച്ചിട്ട് ഇവിടെ തൂക്കില്ല, തൊട്ടപ്പുറത്ത് ഒരു കൃഷിസ്ഥലം ഉണ്ട്, അവിടെ ഒരു വീടുണ്ട്, അവിടെ തൂക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് ഇത് എവിടെ ക്ലീൻ ചെയ്ത് തരും എന്നുള്ളത് കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് എന്തിനാണ് ഞാൻ ചെയ്യുന്നത് ഒന്നുകൂടെ പറഞ്ഞു തരാം. മേ ബി നിങ്ങൾ അട്ടപ്പാടി വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കണം, ഒരു റിസോർട്ടൊക്കെ എടുത്ത് നിങ്ങൾ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ എവിടെ കിട്ടും എന്നുള്ള ഒരു ഇതും കൂടെ ധാരണ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടോ വീഡിയോ. പിന്നെ വേലണ്ണ വീട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇയാൾ ശ്രദ്ധിക്കേണ്ട വേണം കേട്ടോ. വേലെണ്ണ ഇല്ലാത്ത നേരത്തെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവൻ്റെ അടുത്ത് നമുക്ക് കടി കിട്ടും. അപ്പോൾ ആൾ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് വേണം കയറാൻ. ഹലോ പറഞ്ഞ, ഹലോ ഹായ് പറ, ഹായ് ഹായ് പറയില്ലേ? ഹായ് പറയില്ല ഇവിടെ നടിട്ടാ. ഇവിടെ ഈ വരുന്ന പാത കുറച്ച് റിസ്ക് ആണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇൻ കേസ് ശ്രദ്ധിച്ച് വരണ്ടോ. ഒരു നാടൻ ഫീലാണ് ഫ്രണ്ട്സ്. ഇത് നേരെ ഇങ്ങോട്ട് കാടാട്ടോ, കോർസോണാണ്. ഇതിങ്ങനെ കാടാണ്. നമ്മളെ നേരെ മുന്നിൽ കാണുന്ന ആ ഭവാനി പുഴയാണ് കേട്ടോ. ഇത് ഏട്ടൻ്റെ വീടാണ് ഈ താഴെ കാണുന്നത്. പക്ഷെ ഇവിടെ കയറി ഇറങ്ങൽ ഇച്ചിരി ടാസ്ക്കാണ്. മലയുടെ ചെരുവിലാണ്. ഇത് കണ്ടില്ലേ, നേരെ അടിയിൽ റോഡുണ്ട് കേട്ടോ. കാണിച്ചു തരാം കറക്റ്റ്. സ്ലിപ്പായി കഴിഞ്ഞാൽ റോട്ടിൽ കിടക്കും. നോക്കിയിട്ടൊക്കെ വേണം ഇറങ്ങാൻ നമ്മൾ. ഇതാ ഇപ്പോൾ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവില്ല എത്ര കാടിലാണ് ഈ കിടക്കുന്നത്. പക്ഷെ നാടനായിട്ടുള്ള പരിപാടി കേട്ടോ. ഭയങ്കര ആരോഗ്യമായിട്ടുള്ള വളർച്ചയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടോ നാടനാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ വാങ്ങാൻ വന്ന ഇങ്ങനത്തെ തരത്തിലൊക്കെ കിട്ടും മോനേട്ടാ. കാട്ടിലെ മേച്ചിലാണ് ഇത്. ഉച്ചക്ക് ശേഷം ഒരു മണി ഒക്കെ ആട്ടിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കാട് കയറി തിന്ന് അങ്ങനെ വൈകുന്നേരം ക്രോസിംഗും അല്ല, വേറെ ജാതി ഒന്നല്ല, പക്കാ നടന് ഇതല്ലേ. ഓക്കെ, നമ്മളിപ്പോ എത്ര കിലോ ഉള്ള ഏറ്റെടുത്തേ? 20 കിലോ ആണല്ലേ? 20 കിലോ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഉണ്ടോ നമ്മൾ ഭവാനിപ്പുഴ അല്ലേ, ഭവാനിപ്പുഴൻ്റെ റോഡ് സൈഡിലാണ് കേട്ടോ നമ്മളെ വേലേട്ടൻ്റെ വീട്. ഏട്ടൻ വരുന്നുണ്ട്. അത് മലച്ചെരുവിലായത് കൊണ്ടാണിത്. പക്ഷെ നല്ല തണല്, നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അത് കണ്ടില്ല നിങ്ങൾ, ആട് നിൽക്കുന്ന അത്രയും ഹൈറ്റിലാണ് കേട്ടോ. അപ്പം നിങ്ങൾ വാങ്ങാൻ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ കാരണം. ഒരാൾ വടിയെടുത്ത് പട്ടി വരുമെന്ന് വിചാരിച്ച് ഓട്ടോറിക്ഷയിൽ വടിയെടുത്ത് കയറി ഇരിക്കുക. പുറത്തേക്ക് വരില്ലേ നിങ്ങൾ? പുറത്തേക്ക് വരില്ലേ? വടി വേണ്ട, പട്ടിനെ പേടിച്ചിട്ട് ഉള്ളിലിരിക്കും. അപ്പോൾ വേലേട്ടൻ്റെ അടുത്ത് ആടൊക്കെ മേടിച്ചിട്ട് ഇനി വേലേട്ടൻ്റെ ഒരു സുഹൃത്തുണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞു തരും കേട്ടോ വീട് എവിടെ എന്നുള്ളത്. സംഗതി എന്തിനാണെന്ന് അറിയാം, ആടിനെ കറക്റ്റ് തൂക്കം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അവിടെ തൂക്കിയിട്ട് എന്നിട്ട് എവിടെ ശരിയാക്കി തരും എന്നുള്ളത് കൂടെ ക്ലിയർ ആയിട്ട് കാണാം. നല്ല നാടൻ സ്ഥലത്ത് നാടനായിട്ടുള്ള പരിപാടി. ഞാൻ വരുന്ന കണ്ടോ, ഫുള്ള് കൃഷി സ്ഥലം കേട്ടോ. ഈ ബാക്കി നന്നാക്കലും വെയിറ്റ് തൂക്കലൊക്കെ ഇവിടെയാണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ, കൃഷി അല്ലേ, എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ കൊടുന്ന ആട് മൊത്തം 20 കിലോ ഉണ്ടായിരുന്നു. അതിൻ്റെ പൈസ എത്ര അയച്ചതെന്നിട്ട് നമ്മുടെ വേലേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനി എവിടെ ക്ലീൻ ആക്കി തരും എന്ന് ചോദിച്ചാൽ നമ്മളുടെ പുതൂർ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ബാർബർ ഷോപ്പിൽ വേണം നിങ്ങൾ വന്ന് കൊടുക്കാൻ. എന്താണ് ബാർബർ ഷോപ്പിലാണോ വന്ന് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ യെസ്, ഈ ബാർബർ ഷോപ്പിൽ ഈ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഏട്ടനാണ് ശരിക്കും മട്ടനും ചിക്കനും ഒക്കെ സൈസാക്കി കൊടുക്കുന്നത് കേട്ടോ. അതായത് തൊട്ടപ്പുറത്തെ ഈ കടല്ലേ, ഇവിടെ തന്നെയാണ് അങ്ങേരുടെ മട്ടൻ സ്റ്റാൾ ഉള്ളത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, അതാണ് കേട്ടോ പുതൂർ സ്കൂള്. പുതൂർ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ ആണ് സംഗതി ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടോ. ഈ മുടി വെട്ടുന്ന ആൾ തന്നെയാണ് ആടും സൈസാക്കി തരുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ ആട് ഫുള്ള് ക്ലീൻ ചെയ്ത് തരും. ഇനി നേരെ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്പോട്ട്, അതായത് ആന വരുന്ന കാട്ടിലേക്ക് പോവാം. നമ്മുടെ പോലെ ചെത്തന്ന് മുട്ടിയല്ല, മുട്ടിയായിട്ട് എവിടെ കുളിക്കാൻ ചാടോ? ഞാൻ ഇതിനകത്തേക്ക് ആടി മതി. വെല്ലുള്ളിയും ചെറിയുള്ളി അരിഞ്ഞ് തലക്കറിയാണ്. ഇപ്പൊ തലക്കറിയാണ് ആദ്യം. ഇവിടെ ബ്രോ ഉണ്ടല്ലേ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക.
ബ്രോ ഒന്ന് പൊക്കി കാണിക്ക്. ഇറച്ചി ഇറച്ചി. ഓ അടിപൊളി. തലയും തല കൊടല് കൊടല് എല്ലാം ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ. ചുടുവെള്ളമാണ്, അപ്പൊ അതുകൊണ്ടാണ് കയ്യിലോണ്ട് നടക്കണേ. ഒരു 3-4 വട്ടം കഴുകിയതാണ്, പിന്നെ ചുടുവെള്ളം ഇട്ടിട്ടൊന്ന് കഴുകുക. അപ്പൊ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മള് തല, ലിവറ്, ബോട്ടി മിക്സ് ചെയ്ത് ചെയ്യാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് മട്ടൻ കറി വേറുണ്ട്, പിന്നെ മട്ടൻ കാല് ചുട്ടെടുക്കുന്ന പരിപാടി ഉണ്ടല്ലേ, പൊള്ളിക്കല്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 ഐറ്റമാണ് ഇന്നത്തെ മട്ടണിൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ബ്രോ. അതിൽ ഒരു സ്പെഷ്യലാണ് ഇപ്പോൾ മനോട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആടിൻ്റെ തലയും ലിവറും ബോട്ടിയും 3 മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ് ആദ്യം മനോട്ടൻ ഉണ്ടാക്കുന്നത്. അതിന് പുറമെ ഇതാ നമ്മൾ ബ്രോ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, അത് കറിയായിട്ടും. പിന്നെ ഇതാ ബ്രോ ഒന്ന് കാണിച്ചേ, കണ്ടില്ലേ, അത് നമ്മൾ എന്താ ചെയ്യണത്, അൽഫാം രീതിയിൽ അതും ചെയ്യാൻ പോകുന്നത്. അപ്പം 3 രീതിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ചെഫ് ആരാന്ന് പറയാ, നമ്മുടെ മനോട്ടനാണ് കണ്ടോ. ഫുൾ മനോട്ട അങ്ങനൊന്നും ചെയ്യണ്ടേ, മനോട്ട അങ്ങനെയൊന്നും ചെയ്യണ്ട, അത്ര വലുതൊന്നും ഞങ്ങൾ പൊക്കില്ല. മനോട്ട മെല്ലെ തുണിയൊക്കെ ഒന്ന് മടക്കി കുത്തുന്ന ഡീസന്റ് ആവുക, പക്ഷെ ആളെന്നു നമുക്കെല്ലാം അറിയൂ. അതെ അതെ. അപ്പൊ ഇനി ഉണ്ടാക്കുന്ന രീതി ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ അതുപോലെ അതല്ല എവിടെ ഇരുന്നിട്ടാ ചെയ്യുന്നത്, ഞാൻ ആന വരുന്ന പുഴയിലാട്ട് ഇരുന്ന് ചെയ്യണത്, അതാണ് അതിലും വലിയ ഹൈലൈറ്റ്. കൊഴുപ്പിടുന്നുണ്ടല്ലേ ബ്രോ, എന്തായിരുന്നു കൊഴുപ്പോ, കൊഴുപ്പ്. ഓ അല്ലെങ്കിലും കുറച്ച് കൊഴുപ്പ് കൂടുതലാണ്, എന്നാലും ഒന്നും കൂടി കൂടിക്കോട്ടെ. അതെ അതെ, ആർക്കാണാവോ, കണ്ടില്ല ഇക്കൊക്കെ ഇരുന്ന് ഉള്ളിങ്ങനെ അരിയ പുഴയുടെ പക്കത്തിരുന്ന്. ഇക്ക എങ്ങനെയുണ്ട് ഫീല് പുഴയുടെ പക്കത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ? ഓക്കെ അതെ. ഇതില് നമ്മള് ചെറുള്ളിയും വെല്ലുള്ളിയും കറിവേപ്പിലും മുളകും, എന്നിട്ട് ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന നേരെ ഇതിലേക്ക് ഇടുന്നു. ഓക്കെ. ചെഫ് എന്ന് പറഞ്ഞപ്പോ 2 കൊമ്പൊക്കെ പൊന്തുണ്ടല്ലോ മോനേട്ടാ. ഏയ് കൂടെ വേറൊന്ന് കാണിച്ചോണ്ടോ, പട്ടയും ഇലയിലെ പൊടിച്ചിട്ട് ഇടുന്നു. ഓക്കെ. എന്താ അഭിപ്രാ, നിങ്ങളെന്താ വരയിടുക? അല്ല, ഞാൻ വേറെ ഇടാൻ പഠിപ്പിച്ചോണ്ടിരിക്കും. അത് ജീവിതം പോയതാണ്. അയ്യോ എല്ലാം തീ കത്തിക്കല, അടുപ്പൂട്ടില്ല പണി. കുറെ കടത്തി വെച്ചിട്ട് അങ്ങോട്ട് വരയേ, എന്നാ അതിന്റെ രസമുള്ളൂ. അങ്ങോട്ട് വരയേ അങ്ങോട്ട്, അതന്നെ കളി. ഓ ആവേശം കൂടി 2 കഷ്ണം ആവരുത് ബ്രോ. വര കാണണേ. തലച്ചോറല്ലോ കൊടലും ബോട്ടിയും ഇതാ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതാ ഇട്ടാൻ തുടങ്ങിട്ടോ. മനോട്ടോ ഇളക്കങ്ങോട്ട്. എല്ലാരും ആദ്യം മസാല ഇടുന്നത്, നമ്മള് പിന്നെയാണ് മസാല ഇടുന്നത്. അതെ അത്ര. നമ്മൾ ഉള്ളിയെ വാട്ടി ഉള്ളിയൊക്കെ വാട്ടി ഒന്ന് അതിന് ശേഷം നമ്മള് മട്ടൻ ഇട്ടു, ഫ്രൈ. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പണിയാണ് കേട്ടോ. ഇതാ സമയം 4 മണിയായിപ്പോ, എന്നാലും ചെറിയ ചെറിയ സംഭവങ്ങളെ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം രാത്രി ആവുന്ന തോന്നണം ഇതൊക്കെ കഴിയുമ്പോഴേക്കും. പക്ഷേ എക്സാക്ട്ലി ഇവിടുത്തെ ബ്യൂട്ടി എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന പുഴവക്കിൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഈ കുക്കിംഗ് ആണ്. അത് മട്ടനും പൊളിയായിരിക്കുന്നത്. പൊളിക്കണം എന്നുണ്ടെങ്കിൽ മനോട്ടം വിചാരിക്കണം, അല്ലേ മനോട്ടം? അതെ, അല്ലെങ്കിൽ കീറും മനോട്ടൻ. ഞാൻ ഇവിടെ നിന്ന് കീറുന്ന്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഫോറസ്റ്റിലൊക്കെ ഇരുന്ന് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ് എക്സൈറ്റ്ലി അതിന്റെ രസം കേട്ടോ, ഇല്ല മനോട്ടാ? ഇവരൊക്കെ പിന്നെ സ്ഥിരം ഈ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ചെയ്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സാധാ ഒരു പുഴവക്കത്ത് ഇരുന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആന വരുന്ന കാട് ഭയങ്കര ഏത് നേരം ഒരു ത്രില്ലിംഗ് മൊമെന്റിൽ നമ്മളിങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പൊ അത് ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പൊ ഇത് ഫോറസ്റ്റ് ഏരിയയാണ്, അപ്പൊ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കുക്കിങ്ങിന് വരും. അപ്പൊ ഈ വേസ്റ്റ് കവർ അത് ഇതൊന്നും വലിച്ചെറിയരുത്. വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ ചിലപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന് ഈ ഭവാനി പുഴയുടെ തീരത്തൊക്കെ ഇരുന്ന് ചിലപ്പോൾ കുക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ അതുപോലെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഇടാതിരിക്കുക, അതാണ് നമുക്ക് വേണ്ടത് ശരിക്കും. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തന്ന പോലെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരും കേട്ടോ. ആട്ടമസ് മസാല ഒന്ന് പറഞ്ഞു കൊടുക്ക്. സ്പെഷ്യൽ മസാലയാണ്, വരും നമ്മളൊരു വീഡിയോ വരും. എന്തൊക്കെയാന്ന് പറഞ്ഞാട്ടെ ഇത്? ഇത് കാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന മസാല. ഓക്കെ, അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ്. മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ സെപ്പറേറ്റ് ഇടുന്നുണ്ട് കുറച്ച്. പട്ടിക്കുഞ്ഞ് ഇത് ബോട്ടിക്കുള്ളതാണ് കേട്ടോ ഫ്രണ്ട്സ്.
അവിടെ എന്തൊക്കെയാ മാന്തി പൊളിച്ചിടുന്നു? ഓക്കെ. അല്ല അപ്പൊ 2 കാലം എന്തിനാ? അതെ. ഇതിലേക്ക് നിറക്കിയ ചെമ്പ് ഫ്രീ ആയിട്ട് അവിടെ അടുത്ത്. ഓക്കെ. അതെ. ഗ്രൂപ്പിൽ നിന്ന് വേറെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ ആൾക്ക് വരാൻ ഇത്തിരി മടിയാണെന്ന്. ഇക്ക നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി. ഇതായിരിക്കും നമ്മൾ ഇക്ക കണ്ടോ ഇവിടെ ഒഴിഞ്ഞു വന്ന് ഇരിക്കണം. ആളില്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ, ഇവിടെ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കണം. എൻജോയ് ചെയ്യണം ഇക്ക ഇവിടെ ഒറ്റയ്ക്ക്. അല്ലേ ഇക്ക? ഇക്ക ഒരു ആയി പറഞ്ഞോ. അപ്പൊ ഇക്കാൻ ആരുണ്ടായിരിക്കില്ലേ? നമ്മള് ലാസ്റ്റ് ഇവിടെ ഇരുന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയില്ല, അത് തന്നെയാണ് നമ്മൾ ഇക്കാനെ കേട്ടത്. ഈ തോട്ടത്തിന്റെ ആളാണ്, ഈ സ്ഥലത്തിന്റെ ആള്. ഇങ്ങനെയുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഇവിടെ പരിപാടി ഉണ്ടാക്കുന്നത്. ഇല്ലേക്കാ? അതെ. ഇതേപോലത്തെ ക്ലിപ്പ് എടുക്കുമ്പോഴാണ് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഷോക്ക് അടിച്ചത്. അതെ. ഈ സൈഡ് ഞങ്ങൾ കുക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സൈഡ് ആന വരുന്നുണ്ടോന്നും കൂടെ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇക്ക നോക്കാൻ പോണത്. ഇക്ക സൗണ്ട് കേൾക്കണ്ടില്ല അവിടെ? അപ്പൊ അതാണ് എണിച്ച് നിന്ന് നോക്കണത് നമ്മള്. ഈ സമയത്ത് ഉണ്ടാവും അല്ലേ? വൈകുന്നേരം ആയില്ലേ, അതുകൊണ്ട് വെള്ളം കുടിക്കാൻ വരും. അപ്പൊ അതുകൊണ്ട് നോക്കണേ നമ്മള്. അതെല്ലേ? ആ, അത് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ വഴി വന്നിട്ടാണ് ആ ആന അവിടെ വാഴത്തോട്ടം ഫുള്ള് നശിപ്പിച്ചത് കേട്ടോ. ബ്രോ സെറ്റല്ലേ? നമ്മള് ഫുഡിനുള്ള വെള്ളമൊക്കെ നമ്മള് പുഴയിൽ തന്നെ കേട്ടോ എടുക്കുന്നത്. ഇല്ലേക്കാ? ഒരാള് ഓ സഹായിക്കാം തീർച്ചയായിട്ടും. അതിനെ കൂടി വലിച്ചിടരുത്. അതെ അതെ അതെ. അല്ല ഞങ്ങള് കറക്റ്റ് വീഡിയോക്ക് വേണ്ടി മറയരുത് കേട്ടോ. കണ്ടോ? ഇപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം പുഴയിൽ നിന്നൊക്കെ കേട്ടോ എടുക്കുന്നത്, പുറത്തുനിന്നല്ല. ഒന്നും ചെയ്യലുണ്ട്. മട്ടന്റെ തലയും കുടലും കൊണ്ട് വെന്ത് മറയുന്നുണ്ടല്ലോ നിങ്ങളവിടെ. സംഭവം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ കാര്യത്തിനൊന്നല്ല, ഇത് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിട്ടാ. അതെ അതെ. അല്ലാണ്ട് ഇവ കണ്ടന്റ് ആക്കുന്നത് അല്ലല്ല ബ്രോ, ശരിക്കും ഇത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും അല്ലട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും ബ്രോന്റെ മുഖം കാണിച്ച്. അത്രേ ഉള്ളൂ. ഒരു പരിപാടി അവിടെ കഴിഞ്ഞില്ല, ഇനി അടുത്ത പരിപാടികൾ കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഏട്ടാ പറയും. അപ്പൊ പുഴുങ്ങി എടുക്കാണ് ഇനി. ഓക്കെ. എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? മഞ്ഞപ്പൊടി മാത്രം. ഓക്കെ. ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുന്നു അല്ലേ? ഇതുണ്ടല്ലേ? അപ്പൊ ഈ 2 കാലും ആദ്യം കുറച്ച് പുഴുങ്ങിയെടുക്കാണ് കേട്ടോ. പുഴുങ്ങിയെടുത്തതിന് ശേഷം പിന്നെ ഗ്രില്ലാക്കാനുള്ള പണിയാണ്. അപ്പോൾ പുഴുങ്ങൽ ഏകദേശം എത്രത്തോളം ആവണമെന്നുള്ളത് ഇത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതന്നെ, അവനെ ഉള്ളിക്ക് ഇങ്ങനെ ഇറക്കി വിട് ഏട്ടാ. അവനെ ഉള്ളിക്ക് അങ്ങനെ ഇറക്കി വിട്. കുടലും തലയും ആയോ നോക്കട്ടോ. ഏട്ടൊന്ന് പൊന്നിക്ക്. അത് കുറുകി ഈ ഭാഗത്ത് കുടലും തലയും, അവിടുത്തെ കാല് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നോർമലി നമ്മൾ മട്ടൻ കറിയാണ്. ഇത് 2 ചിക്കൻ. ഇത് ഏകദേശം ഒരു 10 കിലോനോളം വരും കേട്ടോ. ആദ്യത്തെ കുടല് ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ ഫ്രണ്ട്സ്. പൊന്തിക്കേട്ടാ നയിക്കിട്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ബ്രോ ആട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നോക്ക് ബ്രോ? ചൂടുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. ഏകദേശം വെയിലൊക്കെ പോയിട്ടോ. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. നമ്മുടെ ബ്രോ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബോട്ടീന്റെ പീസാണ്. സൂപ്പർ സൂപ്പർ സാധനമാണ്. എല്ലാരും വരിക, മനോട്ടറെ കോണ്ടാക്ട് ചെയ്യാം. മനോട്ടർ വേറെ പണികളൊക്കെ ഉള്ളതാണ്. ഇതേപോലെ നാടൻ സ്ഥലത്ത് നിന്നിട്ട് നാടൻ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. പറഞ്ഞ സാധനം ഇല്ലാത്ത ആട്. അതെ. ഇത് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് പറയാം, നല്ല നാടൻ ആടായതുകൊണ്ട് കൊഴുപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് വളരെ അധികമാണ്. പിന്നെ കുക്കിങ്ങിന് ഓവർ നേരം ആവുമെന്ന് വെച്ചാൽ നോർമലി മട്ടന് കുറച്ച് നേരം എന്തായാലും ആവും, പക്ഷെ ഇത് കുറച്ചും കൂടെ വേഗം ആവൂല ചേട്ടാ. ഇത് നമുക്ക് വയസ്സ് കമ്മിയല്ലേ, 1 വയസ്സായ ആടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. കുറച്ചും കൂടെ നേരം ആവി പോയിന്നല്ലോ പണ്ടാരം. ആ പോണ്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറയക്ക? പുഴവൊക്കെ തിരുന്നിട്ടുള്ള കേട്ടോ.
മസാല അടിപൊളി അതിലേ കറക്റ്റ് വേവ് വന്നിട്ടില്ല അപ്പൊ ഇത് വാങ്ങിക്കല്ലേ കറക്റ്റ് വേവാ സൂപ്പർ സൂപ്പറായില്ലേ? പൊട്ടിയായിട്ടോ ഞങ്ങൾ വാങ്ങി വെക്കാൻ പോവാണേ. നിങ്ങൾക്ക് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അടിപൊളി. ഇതില് ഹൈലൈറ്റ് എന്താണെന്നറിയോ? ആ കാലാണ്. ആ കാല് കഴിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരും ഫ്രണ്ട്സ്. ഇല്ല മോനേട്ടാ? അതെ, ഇതാണ് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ എൻജോയ് ചെയ്തോണ്ടിരിക്കാൻ കേട്ടോ. ഒരു അടിപൊളി ഫീലാണ് ഫ്രണ്ട്സ്. കാരണം ആന ഇറങ്ങുന്ന കാട്ടില് ഇങ്ങനെ എല്ലാവരും കൂട്ടം കൂടി ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെ. നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എന്താ ഈ കാടും പുറത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മളുടെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ കോർസോൺ, അതായത് കോർസോണിൽ കുറച്ച് ഔട്ടറിൽ വന്നുള്ള ഒരു കാട് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആനയും വരും, ഇതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ കൃഷിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ആക്രമിച്ച് ഒരു കാട്ടിനുള്ളിൽ കയറിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഭവാനിപ്പുഴയുടെ തീരത്ത് ഇരുന്നുകാണ്ട് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത് വലിയൊരു ലക്കനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ മനോട്ടാ ഒന്നുമല്ല, വെറുതെ വിളിച്ചാ. എന്തോടാ ഒരു അരവേവിലല്ലേ നമ്മൾ എടുക്കുന്നത്? നല്ല ബന്ധോട്ടെ. നമുക്ക് മസാല ജസ്റ്റ് കുക്കായാൽ മതി. കാല് വെന്തട്ടോ ഒരുവിധം. ആയിക്കോട്ടെ. അതെ, ബ്രോ ഒന്ന് നീളിച്ച് കാണിച്ചെന്നെ, പൊന്നിച്ച് കാണിക്ക്. യെസ്, എണ്ണ വേണം, തൈരില്ലേ? നമുക്ക് എന്തായാലും ഗ്രില്ല് അതിന്റെ മുകളിൽ കുറെ ഒഴിക്കില്ല. ബ്രോ ഒന്ന് ഷടപടാക്കിക്കേ കൈ. അതന്നെ കടത്തങ്ങോട്ട്. അതെ, അപ്പോൾ നമ്മുടെ മട്ടന് നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണമല്ലോ എന്തായാലും. അപ്പോൾ ആ നേരത്ത് പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങി നല്ല കുളിച്ച് എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് ഈ ട്വിസ്റ്റ് നടക്കുന്നത് കേട്ടോ. ശരിക്കും എന്താണെന്നറിയോ, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇവിടെ കിടന്ന് കുളിച്ച് നീരാടുന്നില്ലേ, ഇവിടെയാണ് കേട്ടോ ഈ ആന ഇപ്പോൾ വെള്ളം കുടിക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ ഞങ്ങൾ ഈ കുക്ക് ചെയ്യുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആന എവിടെ ഇറങ്ങിയിട്ടുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട് വരുന്നതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്ന നേരത്ത് നമ്മുടെ പുഴയുടെ കുറച്ചും കൂടെ അപ്പുറത്തെ ഭാഗത്തേക്ക് ആന ഇറങ്ങി വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെയുള്ള ഒരു സുഹൃത്ത് വീഡിയോ എടുത്ത് അയച്ചെന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് കേട്ടോ. ശരിക്കും നമ്മുടെ സൗണ്ട് കേട്ടിട്ടാണ് അങ്ങേ ഭാഗത്തേക്ക് ഇറങ്ങിയത് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട്? നേരെ ഏകദേശം ഇരുട്ടാവാൻ തുടങ്ങിട്ടോ. ഇതുവരെ ഫുഡ് ആയിട്ടില്ല. നെയ്ച്ചോറായി, ഇനി ആകെ മട്ടന്റെ കറി മാത്രമേ ആവാനുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് എന്താ അവസ്ഥ എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പേടി എന്താ വെച്ചെന്ന് ചോദിച്ചാൽ ബാക്കിൽ ആര് വരും എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഫുഡ് വേഗം ഉണ്ടാക്കിയിട്ട് വേറെ ഒരു സേഫ്റ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് പോകണം നമ്മൾ. ഇതുണ്ടല്ലേ, ഇതാണ് അവസ്ഥ. നേരെ ഇരുട്ടായി, ഇവിടെ ഭവാനിപ്പുഴ ഇരുട്ടായി. നമ്മള് മട്ടൻ കറി ആയിട്ടോ ഒരുവിധം. പക്ഷെ അതാ കണ്ടോ, അപ്പൊ ഈ നേരെ ഫുള്ള് ഇരുട്ടി. അപ്പൊ ആന വരുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. ഇവിടുന്ന് ഒരു കുറച്ച് മീറ്ററിൽ ആന വരുന്ന വഴിയാണ് ഈ കാണുന്നൊക്കെ. അപ്പം മട്ടൻ കറി ആഴിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ലൊക്കേഷൻ മാറ്റാനുള്ള ഒരു പ്ലാനിലാട്ടോ. കാരണം ഇവിടെ ആണപ്പിണ്ടങ്ങളുണ്ട്. പിന്നെ തീ ഉണ്ടെന്നുണ്ടെങ്കിൽ ആന വരില്ല. നമ്മൾ പോകുമ്പോൾ ഒക്കെ കെടുത്തിട്ടേ പോവുള്ളൂ കേട്ടോ. ആന തീ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വരത്തില്ല. അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയിൽ നിൽക്കാം. പിന്നെ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം വെള്ളം ഒഴിച്ച് കെടുത്തി പ്ലാസ്റ്റിക് ഒക്കെ ക്ലീൻ ചെയ്തേ പോവുള്ളൂ കേട്ടോ. നമ്മൾ പ്രകൃതിക്ക് ഒരു വിരോധം നമ്മൾ ചെയ്യില്ല. പറഞ്ഞതുപോലെ തന്നെ ഇതാ ഒരു അടുപ്പിന്റെ പണി കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി വെള്ളം കോരി ഒഴിക്കാണ്. തണുക്കുന്നത് വരെ വെള്ളം ഒഴിക്കും കേട്ടോ. വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല, തണുക്കുന്നത് വരെ നല്ല വെള്ളം ഒഴിച്ച്. പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് വന്യമൃഗങ്ങൾ വരാനുള്ളതല്ല. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഉണ്ടാക്കില്ല കേട്ടോ. പുഴയിൽ വെള്ളം മുക്കുന്നു, വന്യജീവികൾക്ക് ഉപദ്രവമില്ലാതെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തൊക്കെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടേ പോകുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അവനോട്ടാ സമയം എത്രയായി? 8:25. അതങ്ങനെ കാണിക്ക്. സമയം കാണുന്നുണ്ട് നിങ്ങൾക്ക്? സമയം 8:25 നൈറ്റില് ആനക്കാട്ടിലിരുന്ന് കുക്കിംഗ് ആണ്. ഇപ്പോഴും നമ്മളെ കറി വെന്തിട്ടില്ല ഫ്രണ്ട്സ്. അതാണ് യഥാർത്ഥ കോമഡി. അപ്പോഴേക്കും ഞങ്ങളെ ഒതുവിലുള്ള കൂട്ടുകാരൊക്കെ സേഫ്റ്റി ഉള്ള സ്ഥലത്തേക്ക് പോയി. അവരൊക്കെ പോയി, ഞാനും മനോട്ടനും മാത്രമാണ്. ഒപ്പം ഞങ്ങൾ വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, പുതിയ ഫ്രണ്ട് ഇതായിരിക്കുന്നു. ആന എത്ര ദൂരത്തിലുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ നാട്ടിലെ തെരുപ്പട്ടികളാണ്. കാരണം അവർ എത്ര ദൂരത്തിലുണ്ടെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കും. എന്റെ ധൈര്യത്തിൽ ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ല നിങ്ങള് ആയിക്കൊണ്ടിരിക്കുക. 8:30 മണിയായി. മനോട്ടെ നമ്മള് രാവിലെ എത്ര മണി? 10 മണിക്ക് തുടങ്ങിയ പരിപാടിയല്ലേ? രാവിലെ 10 മണിക്ക് തുടങ്ങിയ പണിയാ. സമയം 8:30 ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇത് എപ്പോ കഴിക്കുമെന്ന് എനിക്കെന്നെ അറിയില്ല.
മട്ട ഒരു ബന്ധുണ്ടോ നോക്കട്ടെ ഞങ്ങള്. വേറെ ലെവൽ ടേസ്റ്റ് ഫ്രണ്ട്സ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്താലും ടേസ്റ്റ് പറയണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ചെഫ് കുഴങ്ങിട്ടോ അല്ലേ മോനേട്ടാ? തീ കത്തിച്ചിട്ട് കുഴങ്ങി. 10 മണിക്ക് തുടങ്ങിയ ഓട്ടാണ്, സമയം 8:30. ഇപ്പൊ നായ കുറയ്ക്കൽ തുടങ്ങിയിട്ടുണ്ട്. പട്ടികൾ കുറയ്ക്കാൻ തുടങ്ങിട്ടോ. ആന ഇറങ്ങിട്ടൊന്നും തോന്നുന്നുണ്ട്, അത് മോനേട്ടനാണ്. പക്ഷെ എന്നാലും ഒരുവിധം ചുറ്റോട്ടത്തിലേക്ക് കുറയ്ക്കാൻ തുടങ്ങി. എന്തായാലും വേണ്ടില്ല, ഇന്ന് നമ്മൾ ഫുൾ എൻജോയ്മെന്റ് ചെയ്തിട്ട് തീർക്കണുള്ളൂ. എന്താ മോനേട്ടാ? അത് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം ശരിക്കും ചൊറ തുടങ്ങിട്ടോ. ആനയുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇത്രയും നേരം നായ വരച്ച്, പക്ഷെ ഇപ്പൊ ആനയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ഒരു വള്ളി, അതായത് ഒരു ഫെൻസിങ്ങിന്റെ ധൈര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത്. ഒരുവിധം ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്, ഇല്ല മോനേട്ടാ? അതെ. അപ്പോ പെട്ടെന്ന് ഇനി ഇവിടുന്ന് മാറുള്ള സ്കോപ്പാണ്. കാരണം ഇത് വന്നാലും വന്നിട്ടില്ലെങ്കിൽ ജീവൻ വേണമല്ലോ കഴിക്കണം എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഇവിടുന്ന് മാറുക. ഒന്നുമില്ലേ? ഓക്കെ ഓക്കെ, എന്തെന്നാ പറയണേ. പക്ഷെ വന്നിട്ടോ ഇറച്ചി നല്ല വന്നിട്ടുണ്ടോ അതിന്. പക്ഷെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. നല്ല വിറകൊക്കെ ഒടിച്ചിങ്ങനെ വരുന്നുണ്ട് ആള് പുഴയ്ക്ക് വന്ന് വെള്ളം കുടിക്കാനേ. കാരണം ആന വരുന്ന വഴിയിലാണ് നമ്മൾ ഇരുന്ന് കുക്ക് ചെയ്യുന്നത്, അതാണ് ഹൈലൈറ്റ്. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ ഫുള്ളും വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കി നേരത്തെ കണ്ടതുപോലെ ചെയ്തിട്ട് കേട്ടോ പോവാ. ഇനി ഇവിടുന്ന് പോയിട്ട് തീ മാറ്റി എവിടെയെങ്കിലും പോയി കത്തിക്കാൻ ടൈം എടുക്കും. അപ്പൊ ഇവിടെ തന്നെ പെട്ടെന്ന് ഗ്രില്ലിങ്ങിനുള്ളതും കൂടെ ചെയ്തിട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ഇറക്കി വെച്ചിട്ടോ നമ്മളുടെ കാല് വയ്ക്കുന്നത് നമ്മുടെ മനോട്ടന്റെ ഫ്രണ്ടാണ്. ഇതാ നമ്മൾ മനോട്ട ചെറുതായിട്ടൊന്ന് കുഴങ്ങിയില്ല മനോട്ട. രാവിലെ 10 മണി മുതൽ തുടങ്ങിയ പണിയാ. ഈ മട്ടൻ ഇങ്ങനെ ചെറിയ വീടുകളൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇവര് ഇത്ര പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഇപ്പോഴും പൊടിയിട്ടാത്ത. ചിലപ്പോ 2 ദിവസമൊക്കെ ഉണ്ടാക്കണ്ടാവൂല മനോട്ട, എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് ഇപ്പൊ അറിയായിരിക്കൂലേ. അതെ അതെ, രാവിലെ 10 മണിക്ക് തുടങ്ങിയതാ. അത് കണ്ടില്ല ഫ്രണ്ട്സ്. ഇപ്പൊ ലാസ്റ്റ് നമ്മളുടെ ഗ്രില്ല് ഇതാ കാല് നമ്മൾ കയറ്റി വെച്ചോട്ടോ. ഇപ്പൊ കയറ്റി വെച്ച ടൈം എക്സാക്ട്ലി എത്രയെന്നറിയോ? 9 മണി. ഇനി കഴിച്ചു വരുമ്പോഴേക്കും എന്തായാലും ഒരു 10-11 മണിയാവും കേട്ടോ. പക്ഷെ തീർന്നിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ 2 കാലം ഇവിടെ ഇറക്കിട്ടോ. അല്ല വേറെ ഒന്നും നിവൃത്തിയില്ല, കാരണം കാടായിട്ടില്ല ഇവിടെ ഇരുന്നുള്ള പരിപാടി ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ അത് കണ്ടില്ല നിങ്ങൾ, നമ്മൾ 2 കാലും ഗ്രില്ലിൽ ഇറക്കിട്ടോ. ഇനി ഇതുകൊണ്ട് ഒരു കഴി ഇതായിട്ട് സമയം 10 മണിയായി. പൊളിഞ്ഞു വരുമ്പോഴേക്കും പഞ്ഞ് പോലെ ആയിട്ടോ ഇറച്ചി. ആ ചൂട് ഇങ്ങനെ വരുന്നൊക്കെ വേണ്ടേട്ടാ. ഈ നേരെ ക്ഷീണത്തിലൊക്കെ എന്ത് പറയാനെന്ന് വിചാരിക്കാൻ മാനോട്ടാ. രസമുണ്ട്, ഞാൻ കഴിച്ചാ കേട്ടോ ഫ്രണ്ട്സ്. അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ആ ടേസ്റ്റ് അങ്ങനെ വരുന്നുണ്ട്, അടിപൊളിയായി. ലേശം തൈര്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഒരു ലേശം മട്ടൻ മസാല കുറച്ച്. സംഗതി ഈ മട്ടന്റെ ശരിക്കും ഞാൻ അറിയാൻ പാടില്ല ചോദിക്കാം. ഈ വീട്ടിൽ നിങ്ങൾ ആരെയും നോക്കുന്നുണ്ടെങ്കിൽ ഈ ചിലരൊക്കെ ഉണ്ടല്ലോ ഒരു വലിയൊരു മുഴുവൻ മട്ടനൊക്കെ ഇങ്ങനെ ചുട്ടെടുത്തല്ല കറി വെച്ചൊക്കെ കഴിക്കുന്നു. എന്നിട്ട് അവര് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് വീഡിയോ ചെയ്ത് എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കൊണ്ടിരിക്കുക. അത് 2 ദിവസത്തെ ഷൂട്ടാണല്ലോ 3 ദിവസത്തെ ഷൂട്ടാണോ എന്നുള്ളത്. ഞങ്ങൾ രാവിലെ തുടങ്ങി സമയം 10 മണിയായി ഫ്രണ്ട്സ്. നോക്കി സമയം 10 മണിയായി, ഇപ്പോഴും മുഴുവനായിട്ടില്ല. ഇതപ്പോ എപ്പോഴും കഴിക്കുക. എല്ലാവരും ഉറക്കക്ഷീണം വരാൻ തുടങ്ങിയില്ല. ഉറക്കം വന്നിട്ട് സംഗതി ഞങ്ങൾ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ ദിവസത്തിലാണ് പോയില്ലേ. ദിവസത്തിൽ പോയി ഫ്രണ്ട്സ്. സാധനം വാങ്ങിയിട്ടാ നമ്മള് സെറ്റായി. വേണ്ട പൊക്കി കാണിക്കും വേണ്ടിട്ടാ ചൂടാ. അപ്പോൾ അതാ ഫ്രണ്ട്സ് ഒരുവിധം ആയിട്ടായി. സമയം ഒരു 10 മണിയായപ്പോ കണ്ട് എങ്ങനെ വന്നിട്ടുണ്ട്. അതിന് പുക വരുന്നുണ്ടോ, നല്ല പഞ്ഞു പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല, ഇനി കഴിക്കാൻ പോയി കടന്നു ഉറങ്ങാം. അത്ര ക്ഷീണിതരാണ് ഞങ്ങള്. ആടിന്റെ കാല് റെഡിയായി. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കണ നേരത്തെ ഇതാ നമ്മൾ പറഞ്ഞ പോലെ തീ ഫുള്ളും കെടുത്തിട്ട് നമ്മളെ 2ാമത്തെ അടുപ്പും കെടുത്തിട്ടോ വെള്ളമൊക്കെ ഫുള്ള് ഒഴിച്ച് നല്ല തണുക്കുന്ന വരെ നമ്മൾ വെള്ളം ഒഴിക്കും. പുഴയിൽ വെള്ളത്തിന് കുറവൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ തണുക്കുന്ന വരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പോകുള്ളൂ. അപ്പോൾ ആർക്കും, അതായത് ഒരു വനജീവിക്കും നമ്മൾ ഉപദ്രവം ഉണ്ടാക്കൂല കേട്ടോ. ഓക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എങ്ങനെ വെന്തുണ്ടല്ലേ.
പിടിക്കടാ ചൂട് കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഓടിച്ചാ മതി അത് ഓടിക്കടാ. നീ അവിടെ പിടിക്കാൻ ചെറിയ ഓക്കെ. അടി 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 ഗൈസ്. ബ്രോ എന്നെ ഒരു കടി അടിച്ച് ഓ ബ്രോ എങ്ങനെയുണ്ട്? ഇക്ക് കഴിക്ക് എങ്ങനെയുണ്ട് പറ. രസായി എന്തായി ബ്രോ? നൈസായി സെറ്റ് ആയിട്ട്. ഇനി ഇത് ടേസ്റ്റ് എങ്ങനെയാണോ നോക്കാം നമുക്ക്. ഏതടിക്കാം ഓ വെയിറ്റ് ചെയ്യുന്ന ഒത്ത സാധനം കേട്ടോ, അടിപൊളി. പക്ഷെ അനുപിൻ്റെ അതിൻ്റെ ബെനിഫിറ്റ് ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് അല്ലേ? അതെ, രാവിലെ 10 മണിക്ക് തുടങ്ങിയാലും രാത്രി ഈ തണുപ്പത്ത് ഇങ്ങനെ ഒരു മട്ടൻ ചുട്ട് കഴിക്കുന്നത് വേറെ ലെവലല്ലേ ഫ്രീ? അടിപൊളിയായി. ബ്രോ അത് വിടില്ല എന്ന് പറഞ്ഞു അല്ലേ? കഴിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. ബ്രോ ഫ്ലുവന്റ് ആയിട്ട് ഒരു പാട്ട് നോക്കാതെ പാടുന്ന ഏതാ പാടുക? അപ്പോൾ മനസ്സ് തൃപ്തിയായി നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പാട്ടും കൂത്തൊക്കെ തുടങ്ങി കേട്ടോ. ഇനിയാണ് ഞങ്ങളുടെ ശരിക്കും യഥാർത്ഥ ഡ്യൂട്ടി. ഇനി ഉറക്കമല്ല കേട്ടോ ഫ്രണ്ട്സ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കും, പിന്നെ അതിനുശേഷം ഡ്യൂട്ടിക്ക് ഇറങ്ങും. എന്താണ് ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അട്ടപ്പാടിയിൽ ഭവാനിപ്പുഴയുടെ ഈ തീരത്ത് നമ്മൾ ചെയ്യുന്ന കൃഷി എന്താണെന്നറിയോ? വാഴക്കൃഷിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ആനാശാനെ എന്തായാലും ഉള്ളിലോട്ട് വരും, നല്ല വാഴകളൊക്കെ നശിപ്പിക്കും. അപ്പോൾ അവനെ ഓടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഉപദ്രവിക്കൊന്നുമില്ല, ജസ്റ്റ് സൗണ്ടൊക്കെ ഉണ്ടാക്കി ചെണ്ടൊക്കെ കൊട്ടിയിട്ട് ഇങ്ങനെ ആളെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി നൈറ്റ് ഡ്യൂട്ടിന് വേണ്ടി ഇറങ്ങും കേട്ടോ. അതിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് നോക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാട്ടും കൂത്തൊക്കെ തുടങ്ങി, നീ ഫുഡൊക്കെ കഴിച്ചു, ഒന്ന് ചെറിയൊരു സ്നാപ്പ് എടുത്തിട്ട്, അതായത് ഒരു ഉറക്കം എടുത്തിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ കുക്കിങ്ങിന് പോയി. പക്ഷേ എന്തായാലും ഒരു കാര്യം പറഞ്ഞു തരാം, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ അട്ടപ്പാടിയിലോട് വരുമ്പോൾ നിങ്ങളും ഇതുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാ ആശംസകളും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിലും വീണ്ടും കാണാം. ടാറ്റാ, ബൈ.